ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. നമ്മുടെ സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ, അഖില തുടങ്ങിയവർ പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന ഏറ്റവും പുതിയ ചിത്രം, അതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. അതിനു മുമ്പ് നല്ല മഴയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ടീസറിലേക്ക് കടക്കാം. നമ്മുടെ ശ്യാമിൻ എന്ന് പറയുന്ന ഒരു നവാഗതനായ ഡയറക്ടറാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. ആക്ച്വലി കരിക്ക് ഫ്ലിക്കിലെ റോക്ക് പേപ്പർ സിസറിൻ്റെ സെക്കൻഡ് സീസൺ ഡയറക്റ്റ് ചെയ്തത് അദ്ദേഹമാണ്. ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റ് സീസൺ ഡയറക്റ്റ് ചെയ്ത ആദിത്യൻ്റെ പ്ലൂട്ടോ എന്ന് പറയുന്ന സിനിമ ഓൾറെഡി ഇപ്പോൾ തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് സീസൺ ആണെന്ന് തോന്നുന്നു അദ്ദേഹം ഡയറക്റ്റ് ചെയ്തത്. പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ സിനിമയാണ്. നീലിൻ ചാന്ദ്രയാണ് ഇത് എഴുതിയിരിക്കുന്നത്. സാമർത്ഥ്യശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു സീരീസും കരിക്കിൻ്റെ മെയിൻ ചാനലിൽ വന്ന സാമർത്ഥ്യശാസ്ത്രം എന്ന് പറയുന്ന ആ സീരീസും ഇദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത്. സോ ഒരു എന്താണ് സംഭവം എന്നുള്ളത് ഡീറ്റെയിലി അറിയില്ല. നമുക്ക് ആദ്യം ടീസർ കാണാം. ഓക്കെ, കോമ സംഗീത് ഓ ഓക്കെ, അതിൻ്റെ ആ കട്ട്സ് പരിപാടികൾ കൊള്ളാം. ഇറ്റ്സ് എ മെഡിക്കൽ മിറക്കിൾ. സെപ്റ്റംബർ. നിലിൻ സാൻഡ്രയാണ്, പുള്ളിക്കാരിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ക്ലിയർ പിക്ചറൊന്നും ഇല്ല. ഇറ്റ്സ് എ മെഡിക്കൽ മിറക്കിൾ എന്ന് പറയുന്നത് എന്തോ ഒരു ആക്സിഡൻ്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന് കിട്ടുന്നൊരു കഴിവിനെയൊക്കെ പറ്റിയുള്ളൊരു ക്യൂരിയസ് ആയിട്ടുള്ള സാധനം. അങ്ങനെ ഇതൊന്നും ഇങ്ങനെ ഒരു നമുക്ക് ചെവിയുടെ ഒരു കൺസെപ്റ്റിൽ വന്ന നമ്മുടെ നമ്മുടെ SK നായകനായിട്ടൊരു സിനിമ ഉണ്ട്, ഒരു സൂപ്പർ ഹീറോ മൂവി, മാവീരൻ. മാവീരൻ ആ സിനിമ. പക്ഷെ അതൊരു സൂപ്പർ ഹീറോ പടമാണ്. ഇത് പക്ഷേ ഒരു അങ്ങനത്തെ എന്തോ സെറ്റപ്പ് തന്നെയാണ്. പക്ഷെ ക്ലിയർ ആയിട്ടുള്ള എന്താണെന്ന് വ്യക്തമായിട്ട് കാണിക്കാത്ത രീതിയിലുള്ള അത് തന്നെയാണ്. ഒരു ടീസർ ആകുമ്പോൾ അങ്ങനെയാണ്. നമുക്കൊരു പ്രോപ്പർലി ഇതിലേക്ക് ഹുക്കാവുന്ന കാര്യം മാത്രം പറഞ്ഞാൽ അത് ഡീറ്റെയിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ബട്ട് എഡിറ്റിങ് ആ കട്ട്സുകൾ, ഒരുപാട് റാൻഡം കട്ടുകൾ വെച്ചിട്ട് നല്ല വൃത്തിക്ക് അത് ആക്ച്വലി എടുത്തു വെച്ചിട്ടുണ്ട്. ക്യാമറയും മ്യൂസിക്കും ഒക്കെ കിള്ളായിട്ട് വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി ഒരു സിനിമയായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ടീം ആക്ച്വലി കരിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടീമാണ്. അവർ രണ്ടുപേരും സാമർത്ഥ്യശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു സീരീസിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. കരിക്കിനകത്ത് യൂഷ്വലി കരിക്കിൻ്റെ ഇതിൽ നിന്ന് മാറി ഒരു ഇൻവെസ്റ്റിഗേഷൻ, നല്ലൊരു സസ്പെൻസ് ഒക്കെ ഉള്ളൊരു കിടിലൻ വർക്കായിരുന്നു. സോ ആ ഒരു ടീമിൻ്റെ കൂടെ നമ്മുടെ സംഗീത്, ഷറഫുദ്ദീൻ, അഖിലൊക്കെ വരുമ്പോഴത്തേക്ക് അതിലൊരു കിടിലൻ എൻ്റർടൈനർ അല്ലെങ്കിൽ കിടിലൻ ഒരു ഫാൻറ്റസി എന്ന് പറയുന്നില്ല, എന്തോ ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ ഒരു മെയിൻ പരിപാടി എന്താണെന്നുള്ളത് നമുക്ക് തിയേറ്ററിൽ പോയി കണ്ട് അറിയേണ്ട കാര്യമാണ്. അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ കിടിലൻ ടീസർ തന്നെയാണ്. ശ്യാമിൻ ആൻഡ് ദ എൻ്റയർ ടീം ഓൾ ദ ബെസ്റ്റ്. ഒരു കിടിലൻ വർക്കാണ്. ഒരു സംതിങ് ഈസ് കമ്മിങ്. ആക്ച്വലി കരിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം ആ ഒരു നല്ലൊരു ടീമിനെ മലയാള സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. അവരുടെ ഒരു വലിയ സിനിമയും വരുന്നുണ്ട്. സോ ഐ എം വെരി ഹാപ്പി ഫോർ ദം. കരിക്കിനെ പറ്റി എല്ലാവരും പറയും കരിക്കിൻ്റെ ടീമിനെ അധികം സിനിമകളിലേക്ക് വിടുന്നില്ല ആ ഒരു മറ്റേ ആക്ടിങ് ആളുകൾ. പക്ഷേ ഇതുപോലുള്ള നല്ല നല്ല ടെക്നീഷ്യൻസിനെയൊക്കെ കരിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കി നമുക്ക് മലയാള സിനിമയ്ക്ക് നൽകുന്നുണ്ട്. സോ അതെടുത്ത് പറയണം. സോ ഒരു കിടിലൻ സിനിമ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.